അപ്പോൾ മക്കളെ +2 സുവോളജിയിലത്തെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന പാഠത്തിലത്തെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വ്യത്യസ്ത ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയിട്ടാണ്. കോൺട്രാസെപ്ഷൻ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മക്കളെ, ഈ ഗർഭനിരോധനത്തിന് നമ്മൾ കുറേ ഡിവൈസുകൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മരുന്നുകൾ യൂസ് ചെയ്യും, ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ഡിവൈസുകളായാലും അതുപോലെ തന്നെ മരുന്നിനെ ആയാലും നമ്മൾ പറയുന്ന പേരാണ് മക്കളെ കോൺട്രാസെപ്റ്റീവ്. ഓക്കെ അല്ലേ? അതായത് ഗർഭനിരോധനത്തിന് നമ്മൾ കുറച്ച് ചിലപ്പോൾ മരുന്നുകൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യും മക്കളെ, ചില ഡിവൈസുകൾ യൂസ് ചെയ്യും. നമ്മളതിനെ പറയുന്ന പേരാണ് മക്കളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ്സ്. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലേക്ക് കിടക്കണേക്കാളും മുമ്പ് എന്താണ് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒരു നല്ലൊരു കോൺട്രാസെപ്റ്റീവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് മക്കളെ, ഇറ്റ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി. അതായത് ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, എളുപ്പമായിരിക്കണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒന്നാമത്തെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെയാണ് മക്കളെ, ഈസിലി അവൈലബിൾ ആൻഡ് ചീപ്പർ. ഈ കോൺട്രാസെപ്റ്റീവ് എളുപ്പത്തിൽ കിട്ടും വേണം, പൈസ കുറവായിരിക്കും വേണം. ഓക്കെ അല്ലേ? എളുപ്പത്തിൽ കിട്ടും വേണം, പൈസ കുറവായിരിക്കും വേണം. മൂന്നാമത്തെ, എഫക്റ്റീവ് ആയിരിക്കണം. നമ്മൾ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ എന്തിനാണോ ആ സാധനം യൂസ് ചെയ്യുന്നത് അതിൻ്റെ പർപ്പസ് അത് ചെയ്തിരിക്കണം. അതാണ് എഫക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കോൺട്രാസെപ്റ്റീവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭനിരോധനത്തെ ഹെൽപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യണം മക്കളെ, ഗർഭധാരണം തടുക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എന്തായിരിക്കണം, അത് എഫക്റ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് ആണ് മക്കളെ, ഹാവ് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്റ്റ്. അതായത് ഈ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവാൻ പാടില്ല മക്കളെ, സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ അഞ്ചാമത്തെ, നോട്ട് എഫക്റ്റ് ദ സെക്ഷൽ ഡ്രൈവ്, ഡിസയർ ആൻഡ് സെക്ഷൽ ആക്ട്. അതായത് ഈ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും സെക്സിനെ ബാധിക്കാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? ഈ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് സെക്സിനെ ബാധിക്കാനായിട്ട് പാടില്ല. ഏറ്റവും അവസാനത്തെ മക്കളെ, റിവേഴ്സിബിൾ ആയിരിക്കണം. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ മക്കളെ, ഇപ്പോൾ സപ്പോസ് ഒരു കപ്പിൾസ്, ഒരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കും നിങ്ങൾ, അങ്ങനെ അവർ തീരുമാനം എടുക്കുകയാണ് 3 വർഷം കഴിഞ്ഞിട്ട് മതി അടുത്ത കുട്ടിയെന്ന് വിചാരിക്കുകയാണ് അവർ. അപ്പോൾ അവർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അവർ കൺസൾട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ പല വ്യത്യസ്ത കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ ഇടാനായിട്ട് പറയും. അപ്പോൾ സപ്പോസ് ഒരു 2 വർഷത്തേക്ക് സ്പേസ് ചെയ്യണം, അതായത് അടുത്ത കുട്ടി ഉണ്ടാവണമെങ്കിൽ ഒരു 2 വർഷമൊക്കെ സ്പേസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 2 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ട മക്കളെ, കുട്ടികൾ ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതായത് കോൺട്രാസെപ്റ്റീവിൻ്റെ ആ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവണം മക്കളെ, കുട്ടികൾ ഉണ്ടാവണം. അപ്പോൾ തിരിച്ചൊരു വരവുണ്ടാവണം, തിരിച്ച് ഗർഭം ധരിക്കാനുള്ള ചാൻസുകൾ ഉണ്ടാവണം. അതാണ് മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കാം. ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആൻഡ് ചീപ്പർ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹാവ് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്റ്റ് ആയിരിക്കണം, നോട്ട് എഫക്ട് ദ സെക്ഷൽ ഡ്രൈവ്, ഡിസയർ ആൻഡ് സെക്ഷൽ ആക്ട് ആയിരിക്കണം, അതേപോലെ റിവേഴ്സിബിൾ ആയിരിക്കണം. അപ്പോൾ മക്കളെ, നമുക്ക് പലതരം വ്യത്യസ്ത ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. പലതരം വ്യത്യസ്ത ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയിട്ട് നോക്കാം നമുക്ക്. ഒന്നാമത്തെയാണ് മക്കളെ നാച്ചുറൽ മെത്തേഡ്. ഇതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ബാരിയർ മെത്തേഡ്. മൂന്നാമത്തെ ഇൻട്രായൂട്രൈൻ ഡിവൈസുകൾ, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്. ആറാമത്തെയാണ് സർജിക്കൽ മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഓരോന്നിനെ പറ്റിയിട്ട് നമ്മൾ ഡീപ്പായിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഏതൊക്കെയാണത്? നാച്ചുറൽ മെത്തേഡ് ഉണ്ട്, ബാരിയർ മെത്തേഡ് ഉണ്ട്, ഇൻട്രായൂട്രൈൻ ഡിവൈസുകളുണ്ട്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്, ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്, സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. നമ്മുടെ +2 സുവോളജി പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് മക്കളെ നാച്ചുറൽ മെത്തേഡ്. ഈ നാച്ചുറൽ മെത്തേഡ് നമുക്ക് 3 എണ്ണം ഉണ്ട്. ഒന്നാമത്തേയാണ് മക്കളെ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് എവേ. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് എവേ. രണ്ടാമത്തെയാണ് മക്കളെ കൊയിറ്റസ് ഇന്ററപ്റ്റസ്. മൂന്നാമത്തെയാണ് മക്കളെ ലാക്ടേഷണൽ അമിനോറിയ. അതായത് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ, അതായത് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല ആ ഒരു സമയത്ത്. ലാക്ടേഷൻ അമിനോറിയയുടെ സമയത്ത് എന്തായിരിക്കണം മക്കളെ, എന്തുണ്ടാവില്ല, നമ്മുടെ മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ മക്കളെ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്പിംഗ് എവേ. അതായത് ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾ ഒരു ലേഡി, ആ ലേഡി 1-ാം തീയതി മെൻസസ് ആയെന്ന് വിചാരിക്കുക നിങ്ങൾ. 1-ാം തീയതി മെൻസസ് ആയെന്ന് വിചാരിക്കുക നിങ്ങൾ. നമുക്കറിയില്ല ഏകദേശം ഒരു 7 ദിവസം വരെ എന്തുണ്ടാവും മക്കളെ, ബ്ലീഡിങ് ഉണ്ടായിരിക്കും.
അത് കഴിഞ്ഞിട്ട് നമുക്കറിയാലോ മക്കളെ, 1-ാം തീയതി തുടങ്ങി ഏകദേശം 14-ാമത്തെ ദിവസമാണ് എന്തുണ്ടായിരിക്കുക, ഓവുലേഷൻ അഥവാ സെക്കൻഡറി oocyte റിലീസ് ചെയ്യുക. പക്ഷേ മിക്ക ലേഡീസിനും അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. മിക്ക ലേഡീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി എന്ന നിലയിൽ നമ്മൾ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഏകദേശം ഒരു 10-ാം തീയതി മുതൽ ഒരു 17-ാം തീയതി വരെ, അതായത് 17-ാം തീയതി വരെ എന്ത് ചെയ്യാം മക്കളെ, സെക്സിൽ ഏർപ്പെടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ സെക്സിൽ ഏർപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക മക്കളെ, സ്പേം വരില്ല, അങ്ങനെ എന്തുണ്ടാവില്ല, ഫ്യൂഷൻ ഉണ്ടാവില്ല, കുട്ടികളുണ്ടാവില്ല. അതാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുകൂടി ഞാൻ പറയാം, നമുക്കറിയാം ആ ഒരു ലേഡി 1-ാം തീയതി മെൻസസ് ആയെന്ന് വിചാരിക്കുക, ഏകദേശം 7 ദിവസം ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും. നമുക്കറിയാം മെൻസസ് തുടങ്ങി 14-ാമത്തെ ദിവസമായിരിക്കും എന്തിനെ റിലീസ് ചെയ്യാം മക്കളെ, സെക്കൻഡറി oocyte റിലീസ് ചെയ്യുക. അപ്പോൾ ഒരു സേഫ്റ്റി എന്ന നിലയിൽ നമ്മൾ 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ സെക്സിൽ ഏർപ്പെടില്ല. അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ, സ്പേമിനെ എന്താണ് സെക്കൻഡറി oocyte നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വന്ന് നിൽക്കും, പക്ഷേ സ്പേം റീച്ച് ചെയ്യില്ല, ഫ്യൂഷൻ നടക്കില്ല, കുട്ടി ഉണ്ടാവില്ല. ഇതാണ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ മെത്തേഡാണ് മക്കളെ കൊയിറ്റസ് ഇന്ററക്ടസ് അഥവാ വിത്ഡ്രോവൽ എന്ന് പറയുന്നത്. നമുക്കറിയാം സെക്സ് ചെയ്യുന്ന സമയത്ത് പെനിസ് ഇതിനകത്തേക്ക് ഇത് ഇൻസെർട്ട് ചെയ്തിട്ട്, അല്ല മക്കളെ ഇതിനകത്താണ്, ഈ വജൈനയ്ക്കകത്താണ് എന്ത് മക്കളെ റിലീസ് ചെയ്യുക, സെമൻ റിലീസ് ചെയ്യാം, അല്ല മക്കളെ, അഥവാ സ്പേംസിനെ റിലീസ് ചെയ്യാം നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പേം പോകണ നേരത്തെ എന്താ ചെയ്യുന്നത് മക്കളെ, ഈ സ്പേം ഇങ്ങനെ പോകണ നേരത്തെ എന്ത് ചെയ്യുന്നത് മക്കളെ, ഈ പെനിസ് പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്തിട്ട് കളയും. അപ്പം എന്താ സംഭവിക്കുക മക്കളെ, ഈ സ്പേം ഇതിനകത്തേക്ക് പോവില്ല, ഫെർട്ടിലൈസേഷൻ നടക്കില്ല, കുട്ടികളുണ്ടാവില്ല. ഓക്കെ അല്ല മക്കളെ? അപ്പോൾ കൊയിറ്റസ് ഇന്ററക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, വിത്ഡ്രോവലാണ്. വിത്ഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക മക്കളെ, ഇതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ അതേ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സെക്സ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളെ ഇതിനകത്തേക്ക് ഇത് പെനിസ് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ വജൈനയിലാണ് സെമൻ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെനിസ് റിമൂവ് ചെയ്തിട്ട് പുറത്തേക്ക് സെമൻ ഇജാക്കുലേറ്റ് ചെയ്ത് കളയും. അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ, സ്പേം ഇതിനകത്തേക്ക് പോവില്ല, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തേക്ക് പോവില്ല, അതുകൊണ്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് റീച്ച് ചെയ്യില്ല, ഫ്യൂഷൻ നടക്കില്ല, കുട്ടികളുണ്ടാവില്ല. ഇതാണ് മക്കളെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തെ മെത്തേഡാണ് മക്കളെ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയും. ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് എൻ്റെ കുട്ടീനെ എന്ത് ചെയ്യണം മക്കളെ, ഫീഡ് ചെയ്യണം, അല്ലേ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, മുലയൂട്ടണം. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മെൻസ്ട്രേഷനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഓവുലേഷനും ഉണ്ടാവില്ല. അതായത് പാല് കൊടുക്കുന്ന സമയത്ത് മെൻസ്ട്രേഷനും ഉണ്ടാവില്ല, ഓവുലേഷനും ഉണ്ടാവില്ല, സെക്കൻഡറി oocyte റിലീസ് ചെയ്യില്ല. അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ, സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേം വരും. സ്പേം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മക്കളെ, അവിടെ ആരുണ്ടാവില്ല, സെക്കൻഡറി oocyte ഉണ്ടാവില്ല. ഓക്കെ അല്ലോ മക്കളെ? അപ്പോൾ എന്തുണ്ടാവില്ല, ഫ്യൂഷൻ നടക്കില്ല, അങ്ങനെ കുട്ടികളുണ്ടാവില്ല. ഓക്കെ അല്ലോ മക്കളെ? അപ്പോൾ ലാക്ടേഷൻ അമിനോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം വരെയൊക്കെയാണ് ചിലപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ആ സിറ്റുവേഷനിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മക്കളെ, സെക്കൻഡറി oocyte 2 വേണമല്ലോ, നമ്മുടെ കുട്ടികളുണ്ടാവുക 2 വേണമല്ലോ, സെക്കൻഡറി oocyte വേണം, അതുപോലെ തന്നെ സ്പേമും വേണം. സ്പേം വന്നോട്ടെ കുഴപ്പമില്ല, പക്ഷെ അവിടെ ആരില്ല, നമ്മുടെ സെക്കൻഡറി oocyte ഇല്ല, അങ്ങനെ ഫ്യൂഷൻ നടക്കില്ല, അങ്ങനെ കുട്ടികളുണ്ടാവില്ല. ഇതാണ് മക്കളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മക്കളെ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. ബാരിയർ എന്ന് പറയുന്നത് എന്താ അർത്ഥം മക്കളെ, എന്തെങ്കിലും ഒരു തടസ്സം, അല്ലേ, തടസ്സം എന്നാണ് ബാരിയറിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾ ഇപ്പോൾ സപ്പോസ് സ്പേം ഇങ്ങനെ വരാമെന്ന് വിചാരിക്കുക, നിങ്ങൾ സ്പേം ഇങ്ങനെ വരാമെന്ന് വിചാരിക്കുക, ഇവിടെ നമ്മുടെ സെക്കൻഡറി oocyte ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ഇവന്മാർ തമ്മിലുള്ള മീറ്റിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, എങ്ങനെ പല പല വ്യത്യസ്ത മാർഗ്ഗങ്ങൾ യൂസ് ചെയ്തിട്ട് ഇവന്മാരുടെ മീറ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. സപ്പോസ് ഞാനിവിടെ എന്തെങ്കിലും ഒരു ബാരിയർ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ, ഈ സ്പേമും സെക്കൻഡറി oocyte ഫ്യൂസ് ചെയ്യില്ല. അങ്ങനെ നമുക്ക് എന്തിനെ തടുക്കാൻ പറ്റും മക്കളെ, ഗർഭധാരണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതായത് ഫ്യൂഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാവില്ല, കുട്ടി ഉണ്ടാവില്ല, അങ്ങനെ നമുക്ക് എന്താണ് പ്രഗ്നൻ്റ് ആവുന്ന കണ്ടീഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പല വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെയാണ് മക്കളെ കോണ്ടംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ യൂസിങ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾസ്, ഇതൊക്കെ യൂസ് ചെയ്യണ സംഭവങ്ങളാണ്. ഏത് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾസ്. അപ്പോൾ കോണ്ടംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ മക്കളെ, അത് കോണ്ടംസ് മെയിൽസിനും ഫീമെയിൽസിനും ഒരേപോലെ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ഫീമെയിൽസിനും മെയിൽസിനും ഒരേപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ശ്രദ്ധിക്കാൻ മക്കളെ, ഇതാണ് നമ്മുടെ മെൻ എന്ന് വിചാരിക്കുക നിങ്ങൾ, ഇതാണ് നമ്മുടെ മെൻ എന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കോണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റ് കൊണ്ടോ, അത് ലാറ്റക്സ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ചെയ്യണേക്കാളും മുന്നായിട്ട് ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇടും.
അപ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? സെമൻ റിലീസ് ചെയ്യും, സ്വാഭാവികമായിട്ടും സെക്സ് ചെയ്യും, എന്നിട്ട് എന്താവും സെമൻ റിലീസ് ചെയ്യും. ആ സെമൻ എവിടേക്ക് പോവില്ല മക്കളെ? പുറത്തേക്ക് പോവില്ല, ഈ കവറിങ്ങിനകത്ത് ഈ കോണ്ടത്തിനകത്തായിരിക്കും കളക്റ്റഡ് ആവുക. അതുകൊണ്ട് എന്തായിരിക്കില്ല മക്കളെ? കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? കാരണം ഫ്യൂഷൻ നടക്കില്ല, കുട്ടികൾ ഉണ്ടാവില്ല. ഇനി ഈ കോണ്ടംസ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോണ്ടമാണ് നിരോധ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ നെയിമാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ബ്രാൻഡാണ് നിരോധ്. ഓക്കെ അല്ല മക്കളെ? ഈ കോണ്ടംസ് ഫീമെയിൽസിനും അവൈലബിൾ ആണ്. ഓക്കെ അല്ല? ഈ ഫീമെയിൽസ് എങ്ങനെ കോണ്ടം യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക മക്കളെ, അത് റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ ലാറ്റക്സ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അത് ഇതിനകത്തേക്ക് ഇതേ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും, ഇതേ വജേനയ്ക്ക് അകത്തേക്ക് ഇതേ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ സെർവിക്സ് അല്ലേ? സെർവിക്സിനെ ദേ കവർ ചെയ്തുകൊണ്ട് ദേ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ അല്ലേ മക്കളെ? സ്വാഭാവികമായിട്ടും സെക്സ് ചെയ്യും, സ്വാഭാവികമായിട്ടും ദേ സെക്സ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഇത് സെമൻ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്ത് സെമൻ ഈ എവിടേക്ക് ഈ കോണ്ടത്തിനകത്തായിരിക്കും കളക്റ്റഡ് ആവുക. അത് എന്താ ചെയ്യുക മക്കളെ? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് റീച്ച് ചെയ്യില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഫ്യൂഷൻ നടക്കില്ല, കുട്ടികൾ ഉണ്ടാവില്ല. ഇതാണ് മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയർ മെത്തേഡിൽ കോണ്ടംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോണ്ടംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഇത് നമ്മുടെ സ്പേമും അതുപോലെ തന്നെ സെക്കൻഡറി യൂസേജും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാണ്. ഫീമെയിൽസിനുള്ള കോണ്ടം ഉണ്ട്, മെയിൽസിനുള്ള കോണ്ടം ഉണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണം കേട്ടോ. കോണ്ടംസ് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ യൂസർ ഫ്രം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് എയ്ഡ്സ്. നമുക്കറിയാം എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് അല്ലേ? സെക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ രോഗം ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അപ്പോൾ എയ്ഡ്സിൽ നിന്നൊക്കെ മുക്തിയല്ല, എയ്ഡ്സ് ഉണ്ടാവാണ്ടിരിക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യും മക്കളെ? കോണ്ടം ഇട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ മക്കളെ ഡിസ്പോസിബിൾ ആണ്, അതായത് ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാൻ ബി സെൽഫ് ഇൻസേർട്ടഡ് വിച്ച് പ്രൊവൈഡ് പ്രൈവസി ഫോർ ദ യൂസർ. അതായത് ഇത് ആരാണോ യൂസ് ചെയ്യണത് അദ്ദേഹത്തിന് തന്നെ ഇത് സ്വയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ല? അതുകൊണ്ട് തന്നെ സെക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കും മക്കളെ? ഒരു പ്രൈവസി കൊടുക്കും ആ ഒരു കോണ്ടംസ്. അതുകൊണ്ടാണ് ഈ കോണ്ടം ഒരു പോപ്പുലർലി യൂസ്ഡ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ല മക്കളെ? അപ്പോൾ എന്താണ് മക്കളെ? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ യൂസർ ഫ്രം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് എയ്ഡ്സ്. ഡിസ്പോസിബിൾ ആണ്. ക്യാൻ ബി സെൽഫ് ഇൻസെർട്ടഡ് വിച്ച് പ്രൊവൈഡ് പ്രൈവസി ഫോർ യൂസർ. രണ്ടാമത്തെ ബാരിയർ മെത്തേഡ് ആണ് മക്കളെ യൂസ് ഓഫ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾസ്. സ്വാഭാവികമായിട്ടും ഫീമെയിൽസ് ആണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർവിക്കൽ ക്യാപ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെയാണ്, ഡയഫ്രംസും സെർവിക്കൽ ക്യാപ്പും അതുപോലെ തന്നെ വോൾസും. ഓക്കെ അല്ലേ മക്കളെ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സെർവിക്കൽ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സെർവിക്കൽ ക്യാപ്പ് സെക്സ് ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് എന്താ ചെയ്യുന്നത് മക്കളെ? ഈ വജേനയ്ക്കകത്തേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. വജേനയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മക്കളെ ഇവിടെ നമ്മുടെ സെർവിക്സിനെ കവർ ചെയ്തുകൊണ്ട് ദേ ഇങ്ങനെ വെക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും മക്കളെ? സെക്സ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ സെക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കില്ല മക്കളെ? ഈ സെമൻ ഇതിനകത്തേക്ക് കടന്നു പോകില്ല. ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ മക്കളെ? എന്ത് ചെയ്യില്ല? കടന്നു പോകില്ല. അങ്ങനെ നമുക്ക് എന്ത് ഫ്യൂഷൻ സംഭവിക്കില്ല, കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇറ്റ് ഈസ് റീയൂസബിൾ. നമുക്ക് കോണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർപ്പസ് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾ ആണ്. എന്ത് മക്കളെ? നമ്മുടെ ഡയഫ്രംസ് അഥവാ സെർവിക്കൽ ക്യാപ്സ് ആൻഡ് വോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഈ സെർവിക്കൽ ക്യാപ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്പേമിനെ കില്ല് ചെയ്യുന്ന കുറച്ച് ജെല്ലുകളുണ്ട്. സ്പേമിനെ കില്ല് ചെയ്യുന്ന കുറച്ച് ജെല്ലുകളുണ്ട്, അതുപോലെ തന്നെ ക്രീംസ് ഉണ്ട്, ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അതുകൊണ്ട് എൻ്റെ കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? സ്പേമിസൈഡൽ ക്രീംസ് എന്നാണ് നമ്മളതിന് പറയാം. പെസ്റ്റിസൈഡ് എന്ന് പറയുന്ന അർത്ഥം മക്കളെ പെസ്റ്റിനെ കില്ല് ചെയ്യുക അല്ല. ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇൻസെക്റ്റിനെ കില്ല് ചെയ്യുക. അപ്പോൾ സ്പേമിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സ്പേമിനെ കില്ല് ചെയ്യണം. കുറേ ക്രീംസ് ഉണ്ട്, അതുപോലെ ജെല്ലീസ് ഉണ്ട്. അതൊക്കെ ഈ സെർവിക്കൽ ക്യാപ്പ് പറ്റിയിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും മക്കളെ? കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ദേ ആർ ബാരിയേഴ്സ് മെയ്ഡ് ഓഫ് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാരിയറാണ് ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു കവർ സെർവിക്സ് ഡ്യൂറിങ് കോയറ്റക്സ്. അതായത് സെർവിക്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യാണ്. ഇറ്റ് പ്രിവെന്റ് കൺസെപ്ഷൻ ബൈ ബ്ലോക്കിംഗ് ദ എൻട്രി ഓഫ് സ്പേംസ് ടു ദ സെർവിക്സ്. അതായത് ഇവിടെ ബ്ലോക്ക് ചെയ്തു, അതിനകത്തേക്ക് കടന്നു പോകില്ല. ഇറ്റ് ഈസ് റീയൂസബിൾ ആണ്. സ്പേമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് ആൻഡ് ഫോംസ് ആർ ഓൾസോ യൂസ്ഡ് അലോങ് വിത്ത് ദീസ് ബാരിയേഴ്സ് ടു ഇൻക്രീസ് ദെയർ കോൺട്രാസെപ്റ്റീവ് എഫിഷ്യൻസി. ഇതാണ് മക്കളെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാരിയർ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞോട്ടോ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകല്ലോ മക്കളെ. അപ്പോൾ മക്കളെ നമ്മുടെ മൂന്നാമത്തെ കോൺട്രാസെപ്റ്റീവ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. IUDs നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയുകയാണ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന് അകത്ത് വെക്കുന്ന ഡിവൈസുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഒരു കപ്പിള്, ഒരു കുട്ടി ഉണ്ടായി, അവർക്ക് ഒരു സ്പേസ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് കുട്ടി എന്നൊക്കെ വിചാരിക്കാം.
അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അവർ സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്, ഒരു കോൺട്രസെപ്റ്റീവ് ടെക്നിക്കാണ് എന്ത് ഈ നമ്മുടെ IUDs യൂസ് ചെയ്യാനായിട്ട് പറയാം, ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ യൂസ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും 3 ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകളുണ്ട്. ഒന്നാമത്തെയാണ് മക്കളെ നോൺ മെഡിക്കേറ്റഡ് IUDs. രണ്ടാമത്തെ കോപ്പർ റിലീസിങ് IUDs, കോപ്പറിനെ റിലീസ് ചെയ്യുന്ന ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. നെക്സ്റ്റ് ആണ് കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യുന്ന ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. നെക്സ്റ്റ് ആണ് മക്കളെ ഹോർമോൺ റിലീസിങ് IUDs. ഓക്കെ അല്ലേ? ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിനകത്ത് വെക്കുന്ന ചില ഡിവൈസുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? ഗർഭധാരണം തടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ല മക്കളെ? അപ്പോൾ ദീസ് ആർ ഡിവൈസസ് ഇൻസെർട്ടഡ് ഇൻ ടു യൂട്രസ് ത്രൂ വജൈന വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഓർ എക്സ്പേർട്ട് നഴ്സസ്. അതായത് ഒരിക്കലും നമുക്ക് സെൽഫായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒരു നല്ലൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഇത് ചെയ്യാനായിട്ട്. This is an ideal contraceptive for females who want to delay pregnancy or to make a space between children. അതായത് കുട്ടികൾക്കിടയിൽ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് ആണ് നമ്മുടെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രധാനമായിട്ട് 3 ഉണ്ട്. ഏതാ? നോൺ മെഡിക്കേറ്റഡ് IUDs, കോപ്പർ റിലീസിങ് IUDs, ഹോർമോൺ റിലീസിങ് IUDs. ഓക്കെ അല്ലേ മക്കളെ? ഇതിൽ നമുക്ക് നോൺ മെഡിക്കേറ്റഡ് IUDs പറ്റിയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് നമ്മുടെ +2 പഠിക്കാനില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് ഇത്തിരി ഡീപ്പായിട്ട് നോക്കല്ലോ മക്കളെ. അപ്പോൾ മക്കളെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസിലെ ആദ്യത്തെ ഡിവൈസാണ് നോൺ മെഡിക്കേറ്റഡ് IUDs, നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. പറഞ്ഞ പോലെ തന്നെ യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇറ്റ് ഹെൽപ്സ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പെർം. നിങ്ങൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക, സ്പെർമിനെ നശിപ്പിക്കുക എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കി വെക്കുക. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമിനെ നശിപ്പിക്കുക. ഓക്കെ അല്ലേ? ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോ ഇറ്റ് ഇൻക്രീസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പെർം വിത്ത് ദ യൂട്രസ്. യൂട്രസിനകത്ത് വെച്ചിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്പെർമിനെ നശിപ്പിച്ച് കളയും. ഓക്കെ അല്ലേ? നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ എന്തായാലും നോക്കി വെക്കണം. ഓക്കെ അല്ലേ? നോൺ മെഡിക്കേറ്റഡ് IUDs എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ എക്സാമ്പിൾ തന്നിട്ട് നമ്മുടെ ഈ ഷീറ്റ് ചോദിക്കുന്നത് ഏതാണ്, എന്ത് ടൈപ്പ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് വെക്കാമെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ. ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ യൂട്രസിനകത്ത് വെക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെയാണ് നോൺ മെഡിക്കേറ്റഡ് IUDs എന്ന് പറഞ്ഞാൽ യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കും അത്. അപ്പോൾ അതിന്റെ ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്പെർമിനെ നശിപ്പിച്ച് കളയും. എവിടെ വെച്ചിട്ട്? യൂട്രസിനകത്ത് വെച്ചിട്ട്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ പഠിച്ചു വെക്കുക, ലിപ്പസ് ലൂപ്പ്. രണ്ടാമത്തെ നമ്മളെ കോപ്പർ ടി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗറാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ കോപ്പർ ടി ഇതിനകത്തേക്ക് യൂട്രസിനകത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കോപ്പർ ടി യൂട്രസിനകത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവന്മാരും ഇതിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്പെർമിനെ നശിപ്പിച്ച് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളെ ഈ കോപ്പർ ടി ഒരു കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും. ഇതിനെ റിലീസ് ചെയ്യുമ്പോൾ കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും. ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യുന്നത്? ഈ കോപ്പർ അയോൺസ് സ്പെർമിന്റെ മോട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യും. അതായത് സ്പെർം മൂവ് ചെയ്യാനെ റെഡ്യൂസ് ചെയ്യും. സ്പെർമിന്റെ മൂവ്മെന്റിനെ സ്പീഡൊക്കെ കുറയ്ക്കും. ഓക്കെ അല്ലേ? ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പെർം, അതായത് സ്പെർമിന്റെ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതൊക്കെ നശിപ്പിച്ച് കളയും ഈ കോപ്പർ അയോൺസ്. അപ്പോ രണ്ടാമത്തെ എന്ന് പറയുന്നത് കോപ്പർ റിലീസിംഗ് IUDs അഥവാ കോപ്പർ ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Along with the phagocytosis of sperm, copper ions released reduces sperm motility and fertilizing capacity of sperm. അതായത് സ്പെർമിനെ നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്ന കോപ്പർ അയോൺസ് ഇതിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്പെർമിന്റെ മൂവ്മെന്റ് കുറയ്ക്കും. അതുപോലെ തന്നെ സ്പെർമിന്റെ ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റിയും കുറയ്ക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ ടി, കോപ്പർ 7, മൾട്ടി ലോഡ് 375. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ എക്സാമ്പിൾ ഒക്കെ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നിട്ട് ഇത് ഏതൊക്കെയാണ് ചോദിക്കും, വിട്ടുപോകും. നമുക്ക് എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടൈം ഡിവൈസ് ആണ് നമ്മുടെ ഹോർമോൺ റിലീസിംഗ് IUDs. കോപ്പർ റിലീസിംഗ് IUDs നമ്മൾ പറഞ്ഞു, കോപ്പർ അയോൺസ് റിലീസ് ചെയ്ത് പറഞ്ഞു. ഹോർമോൺ റിലീസിംഗ് IUDs റിലീസ് ചെയ്യുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യും. ഓക്കെ അല്ലേ? ഹോർമോൺ റിലീസിംഗ് IUDs make the uterus unsuitable for implantation. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് ഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും അല്ലെ, പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാവും അല്ലെ മക്കളെ? അപ്പൊ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യണം? നമ്മുടെ യൂട്രസിന് അറ്റാച്ച് ചെയ്യണം അല്ലെ മക്കളെ? അപ്പൊ യൂട്രസിന് അറ്റാച്ച് ചെയ്യുന്ന പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇംപ്ലാന്റേഷന് എന്താ ഒരു സാഹചര്യം വേണം അവിടെ. ആ സാഹചര്യം ഇല്ലാണ്ടാക്കും നമ്മുടെ ഈ ഹോർമോൺ റിലീസിംഗ് IUDs. ഓക്കെ അല്ലെ? ഹോർമോൺ റിലീസിംഗ് IUDs make the uterus unsuitable for implantation. അതായത് ഇംപ്ലാന്റേഷൻ ഉള്ള സാഹചര്യം ഇല്ലാണ്ടാകും നമ്മുടെ ഹോർമോൺ റിലീസിംഗ് IUDs. ഓക്കെ, increases hormone releasing IUDs also increases phagocytosis. അതായത്
സ്പെർമിനെ നശിപ്പിച്ച് കളയാനും മുൻകൈയെടുക്കുമ്പോൾ നമ്മുടെ ഈ ഹോർമോൺ റിലീസിങ് അയോഡീസ് മുൻകൈയെടുക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊജസ്റ്റാസർട്ട് LNG-20, പ്രൊജസ്റ്റാസർട്ട് LNG-20. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കണം. നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നിട്ട് നമ്മുടെ കോളേജ് പരീക്ഷയ്ക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ട് എക്സാമ്പിൾ തന്നിട്ട് എന്താണ് മറ്റേന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒന്നും ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അവന്മാര് യൂട്രസിനകത്ത് വെക്കുന്ന ഡിവൈസുകളാണ് പ്രധാനമായിട്ടും. മൂന്നാണ്ട് നോൺ മെഡിക്കൽ അയോഡീസ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്പർ റിലീസിംഗ് അയോഡീസ് ഉണ്ട്, ഹോർമോൺ റിലീസിംഗ് അയോഡീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കിയോളൂ അല്ലേ. അപ്പൊ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വായ വഴി കഴിക്കുന്ന ഗുളികകൾ, ഓറൽ പിൽസ് നമുക്ക് തന്നെ പറയാം. ഇതിലടങ്ങിയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ ഗുളികകൾ അടങ്ങിയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പ്രൊജസ്ട്രോജൻ ആവണം, അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻസ് ആയിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ പ്രഗ്നൻസി ഉണ്ടാവില്ല. ഓക്കെ, ഇതിനെ കഴിക്കുന്ന ഒരു ക്രമമാണ് പോലെ. ഇപ്പൊ ഒരു ലേഡി ഒന്നാം തീയതി മെൻസസ് ആയിട്ട് വിചാരിക്കുക നിങ്ങൾ. ഒന്നാം തീയതി മെൻസസ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസം നമുക്ക് ബ്ലീഡിംഗ് ഫേസ് ആണ്. ആ സമയത്ത് എന്ത് വേണ്ട മക്കളെ, ഗുളിക കഴിക്കണം. ബാക്കിയുള്ള എല്ലാ ദിവസവും ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോ അങ്ങനെ വീണ്ടും മെൻസസ് ആവും, അപ്പൊ കഴിക്കണ്ട. പിന്നെ വീണ്ടും 7 ദിവസം കഴിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓരോ ദിവസവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ. ഈ മെൻസസിന്റെ സമയത്ത് മാത്രം കഴിക്കേണ്ട. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവന്മാരുടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്റ് ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. മേക്കിംഗ് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ, അതായത് യൂട്രസിനെ ഇംപ്ലാന്റേഷൻ സാഹചര്യം ഇല്ലാതാക്കും. പ്രിവെന്റിംഗ് എംബ്രിയോസ്പേംസ് ബൈ ആൾട്ടറിംഗ് ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ്, അതായത് സെർവിക്സ് അല്ലേ. ഈ ഒരു ഭാഗത്ത് മ്യൂക്കസ് ഉണ്ട്, അതായത് ദശബോധ ഒരു സംഭവം ഉണ്ട്. അതാണ് മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്ത് ചെയ്ത് നമ്മളെ സെമനെ കടത്തി വിടില്ല, സ്പേംസിനെ കടത്തി വിടില്ല. ഓക്കെ അല്ലേ. പ്രിവെന്റ് എംബ്രിയോസ്പേംസ് ബൈ ഓൾട്ടറിംഗ് ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഗുളികളാണ് മലാഡി, മല എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികൾ. അപ്പൊ ആ എക്സാമ്പിൾ ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പൊ ഈ ഗുളികൾ നിങ്ങൾ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കണം. അതായത് മെൻസസ് പീരീഡ്, മെൻസസിന്റെ 7 ദിവസം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കണം. അതൊരു ബുദ്ധിമുട്ടല്ലോ. അപ്പോ ഇങ്ങനത്തെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഗുളിക നമ്മുടെ ലക്നൌവിലുള്ള സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഗുളിക ഇറക്കിയിട്ടുണ്ട് നമ്മളെ. അതിന് വിളിക്കുന്ന പേരാണ് സഹേലി. എന്താ വിളിക്കുക നമ്മളെ? സഹേലി. ഈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ നമുക്ക് ലക്നൌവിലാണ് ഇതുള്ളത് നമ്മുടെ ഈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പൊ അവർ കണ്ടെത്തിയ ഒരു ഗുളികയാണ് സഹേലി. ഇത് വൺസിന്റെ വീക്ക് പില്ലാണ്, അതായത് ആഴ്ചയിൽ ഒരു വട്ടം കഴിച്ചാൽ മതി. ഇത്ര പോലെ ദിവസം ഒന്നും കഴിക്കേണ്ട, ആഴ്ചയിൽ ഒരു വട്ടം കഴിച്ചാൽ മതി. സഹേലി ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, അതായത് ഓവുലേഷനും ഇംപ്ലാന്റേഷനും ഇല്ലാണ്ടാക്കും. പിന്നെ ഇറ്റ് ഹാസ് ഹൈ കോൺട്രാസെപ്റ്റീവ് വാല്യൂ വിത്ത് ലീസ്റ്റ് സൈഡ് എഫക്ട്, അതായത് ഹൈ കോൺട്രാസെപ്റ്റീവ് വാല്യൂ ആണ്. കഴിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയാവില്ല. പിന്നെ ലീസ്റ്റ് സൈഡ് എഫക്ട്, അതായത് സൈഡ് എഫക്ട് ഒക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ, നമ്മളെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വായ വഴി കുടിക്കുന്നത്, വായ വഴി കഴിക്കണ ഗുളികകളാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ആവും, അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻസ് ആയിരിക്കാം. ഓക്കെ നമ്മളെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി, മലാഡി, മലായൻ, സഹേലി ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ 5ാമത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ്. പക്ഷേ ഈ ഗുളികകൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ പ്രൊജസ്ട്രോജനോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ലിക്വിഡ് രൂപത്തിൽ ഇൻജെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻജെക്ഷൻ വഴി, അതായത് നേരത്തെ എന്തായിരുന്നു നമ്മൾ പ്രൊജസ്ട്രോജനും അതുപോലെ ഈസ്ട്രോജനും അടങ്ങിയിട്ടുള്ള ഗുളികകൾ കഴിക്കായിരുന്നു. ഇത് അതേ സെയിം സാധനം നമുക്ക് ഇൻജെക്ട് ചെയ്തിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യും, കോൺട്രാസെപ്ഷന് ഹെൽപ്പ് ചെയ്യും, അതായത് പ്രഗ്നൻസി തടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ. അവരുടെ മോഡൽ ഓഫ് ആക്ഷൻ നേരത്തെ പിൽസിന്റെ പോലെ തന്നെയാണ്, ഓറൽ പിൽസിന്റെ പോലെ തന്നെയാണ് അവരുടെ ആക്ഷനും. ഓക്കെ. പിന്നെ നമ്മളെ ഈ ഇൻജക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ സിലിണ്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ ചെറിയ ഓപ്പറേഷൻ വെച്ചിട്ട് ഇങ്ങനെ കൈയ്യുള്ളിൽ ഇങ്ങനെ സ്കിന്നിന്റെ അടിയിൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വെക്കും. ഓക്കെ അല്ലെ. സംഭവം നമ്മളെ ചെറിയ ചെറിയ സിലിണ്ടേഴ്സ് ആയിട്ട് ചെറിയ ഓപ്പറേഷൻ ചെയ്തിട്ട് സ്കിന്നിന്റെ അടിയിൽ വെക്കും. ആരും ഫീമെയിൽസ് വെക്കും. ഓക്കെ അല്ലെ. അതൊക്കെ മോഡ് ഓഫ് ആക്ഷൻ ഓറൽ പിൽസിന് സിമിലർ ആണ്. ഓക്കെ അല്ലെ. ഇതാണ് നമ്മളെ ഇൻജെക്റ്റബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവന്മാരുടെ എഫക്റ്റീവ് പീരീഡ് കുറച്ചുകൂടി ലോങ്ങർ ആണ്. ഈ ഓറൽ പിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവന്മാരുടെ എഫക്റ്റീവ് പീരീഡ്, അതായത് കുറച്ചുകൂടി സമയം കിട്ടും കോൺട്രാസെപ്ഷൻ, അതായത്
പ്രഗ്നൻസി ഡിലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇൻജെക്ടബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഗുളികകൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊപ്പം എന്ത് ചെയ്താൽ മതി, ഇൻജെക്ട് ചെയ്താൽ മതി. അതിലൊരു കണ്ടന്റ് എന്തായിരിക്കും മക്കളെ, പ്രൊജസ്ട്രോജൻ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻസ് ആയിരിക്കണം. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ ചെറിയ വ്യത്യാസമായിട്ട് സ്കിന്നിന്റെ ഇടയിൽ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അവരുടെ എഫക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് അധികമായിരിക്കും. അത് കുറച്ച് അധികം നാളോട്ട് ഡിലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇൻജെക്ടബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റേപ്പ്, അതായത് റേപ്പ് സംഭവിക്കുമ്പോൾ, അതുപോലെ തന്നെ കാഷ്വൽ ഇന്റർകോഴ്സ് സംഭവിക്കുമ്പോൾ, അതായത് അൺവാണ്ടഡ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറെ കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അൺവാണ്ടഡ് പ്രഗ്നൻസി ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവം നടന്നിട്ടുണ്ട് 72 മണിക്കൂറിനുള്ളിൽ ഇൻജെക്ട് ചെയ്യുക. അതായത് പ്രഗ്നന്റ് ആവാൻ പാടില്ലല്ലോ, അങ്ങനത്തെ സംഭവത്തിൽ പ്രഗ്നന്റ് ആവാൻ പാടില്ലല്ലോ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ഇൻജെക്ട് ചെയ്യുക ഈസ്ട്രജനോ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷനോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പ്രഗ്നന്റ് ആവുന്നത് തടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ, നമ്മൾ യൂസ് ചെയ്യാം. ഒന്നുകിൽ ഈസ്ട്രജൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻസ് ആയിരിക്കും. പ്രൊജസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ഇൻജെക്ഷൻ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, പ്രഗ്നൻസി ആവില്ല. അപ്പൊ ആ സംഭവം കൂടെ നോക്കി വെക്കുക. അപ്പൊ നമ്മളെ നമ്മുടെ ഏറ്റവും അവസാനത്തെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആണ് സർജിക്കൽ മെത്തേഡ്. അതായത് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രഗ്നൻസി തടുക്കാനായിട്ട് സാധിക്കും. അതായത് വന്ധ്യീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, വന്ധ്യീകരണം. ഇത് മെയിൽസിലുണ്ട്, ഫീമെയിൽസിലുണ്ട്, രണ്ടും വേറെ വേറെ പേരിലാണ് അറിയപ്പെടുന്നത്. മെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് വാസെക്ടോമി, ഫീമെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ട്യൂബെക്ടോമി. മെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് വാസെക്ടോമി, ഫീമെയിൽസിലുള്ള സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ട്യൂബെക്ടോമി. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോ പോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസു എന്നാണ് വിചാരിക്കുന്നത്. വാസുവിനുള്ളത് നമ്മളെ വാസെക്ടോമിയാണ്. അപ്പൊ ഇത് തെറ്റിക്കൂല. മറ്റേതായിരിക്കും നമ്മളെ ട്യൂബെക്ടോമി ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ആയത് നമുക്ക് എന്താണ് ട്യൂബെക്ടോമി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ നമ്മളെ. അപ്പൊ ട്യൂബെക്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓവറിൽ നിന്ന് ആര് റിലീസ് ചെയ്യും മക്കളെ, സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യും. അപ്പൊ ഈ സെക്കൻഡറി ഊസൈറ്റ് മക്കളെ ഇങ്ങനെ പോയി ഇവിടേക്ക് എത്തണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് മക്കളെ, ഓപ്പറേറ്റ് ചെയ്തിട്ട് ദേ ഇവിടെ ഇങ്ങനെ വെട്ടിട്ട് വെച്ചിട്ട് ദേ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യും. ഓക്കെ അല്ലേ. ഇതാണ് ഇത് മക്കളെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് വെക്കും. ഇതിനെ ഫെലോപ്പിയൻ ട്യൂബിനെ ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ദേ ഇങ്ങനെ വെക്കും. അപ്പൊ എന്താ സംഭവിക്കും, സെക്കൻഡറി ഊസൈറ്റ് റീച്ച് ചെയ്യൂ ഇല്ല, സെക്കൻഡറി ഊസൈറ്റ് റീച്ച് ചെയ്യില്ല. അങ്ങനെ ആ ലേഡി പെർമനന്റ് ആയിട്ട് എന്താവില്ല മക്കളെ, പിന്നെ ഒരിക്കലും ലേഡിക്കുന്നുണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ അല്ലെ. ഇതൊരു ഡ്രോബാക്ക് ഉണ്ട് ഇതിന്. ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതായത് ഒരിക്കലും റിട്ടേൺ വരാനായിട്ട് സാധിക്കില്ല. റിട്ടേൺ വരാന്ന് പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഗർഭം ധരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ അല്ലെ. ഞാൻ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മെയിൽസിനുള്ളത് നോക്കാം. നമുക്ക് ഫീമെയിൽസിനാണ് പറഞ്ഞാൽ എന്തായാലും പറ്റും. ഇനി മെയിൽസിനുള്ള വാസെക്ടോമി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആ ഫിഗറിൽ നമുക്ക് നോക്കാം. നമുക്കറിയാം ടെസ്റ്റിസിനകത്താണ് സ്പേം റിലീസ് ചെയ്യുന്നത് നമ്മളെ. അപ്പൊ അതിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറെ കുഴലുകളുണ്ട് അല്ലെ നമ്മളെ. അതാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാസ് ഡിഫറൻസ് ഞാൻ ഇതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കും നമ്മളെ, റിലീസ് ചെയ്തിട്ടുള്ള സ്പേം റിലീസ് ചെയ്യും ഇല്ല, അങ്ങനെ സ്പേം റിലീസ് ചെയ്യില്ല. അങ്ങനെ പെർമനന്റ് ആയിട്ട് അയാളുടെ കപ്പാസിറ്റി, ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്. പിന്നീട് ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളെ, സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല. ഓക്കെ അല്ലെ. ഇതാണ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മെയിൽസ്. അപ്പൊ പേരുകൾ മാത്രം പോരുത്. വാസുവിന്റെ കയ്യിലുള്ളത് വാസെക്ടോമി, അതുപോലെ ബാക്കിയുള്ള മറ്റേന്താണ് നമ്മളെ ട്യൂബെക്ടോമി. അതായത് മെയിൽസിനുള്ളത് നമ്മളെ വാസെക്ടോമിയാണ്, ഫീമെയിൽസിനുള്ളത് ട്യൂബെക്ടോമി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കണം. ഓക്കെ അല്ലെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അഥവാ ഗർഭധാരണം തടയാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ നമ്മളെ ഈ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മളെ നോസിയ എന്ന് പറയുന്നത് ഛർദ്ദിക്കാനുള്ള തോന്നൽ വരും. അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിൻ എന്ന് പറഞ്ഞാൽ വയറുവേദനയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, അതായത് ഇടവിട്ടുള്ള ബ്ലീഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്, അതായത് കൃത്യതയില്ലാത്ത ആർത്തവത്തിനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ, സ്ഥാനാർബുദത്തിന് കാരണമാകും. എന്തെങ്കിലും ഈ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ. എല്ലാത്തിനും ഇല്ല, ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട് അഥവാ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. നമ്മളെ ഛർദ്ദിക്കാനുള്ള നോസിയയ്ക്ക് കാരണമാവും, അതായത് ഛർദ്ദിക്കാനുള്ള തോന്നല്, വയറുവേദനയ്ക്ക് കാരണമാവും, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്, ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോ ശ്രദ്ധിക്കാൻ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് 100% ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും.
നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കണം. കാരണം എക്സാമ്പിൾസ് വെച്ചിട്ട് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡാഷ് കർവ് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതി വെക്കണം. അതാണ് നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ താങ്ക് യു, ബൈ.